പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി. സമയക്കുറവുകൊണ്ടാണ് കേട്ടോ, ഡ്യൂട്ടിയും തിരക്കുകളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഒരുപാട് വായിച്ച് പഠിച്ചിട്ടൊക്കെ വേണം നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന ക്വയറീസിനൊക്കെ റിപ്ലൈ കൊടുക്കാനും ഒക്കെയുള്ള സമയം വേണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇട്ട വീഡിയോസിൻ്റെ റിപ്ലൈ ആയിട്ട്, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള, എങ്ങനെയാണ് ഇവിടുത്തെ സ്കൂൾ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ചെയ്യാതിരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വന്നതേ ഉള്ളൂ, ഇവിടുത്തെ സിസ്റ്റമൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു കംപ്ലീറ്റ് 1 ഇയർ സ്കൂൾ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ആപ്റ്റായിട്ടുള്ളൊരു ടൈം, ജസ്റ്റ് എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയും ഇങ്ങോട്ട് വരാനിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട്, ഈ എടുത്തു വച്ചിരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ സ്കൂൾ കാറ്റഗറീസ്, പിന്നെ ടേംസ്, എത്ര ടേം ഉണ്ട്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത്, എൻഡിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫീസ്. അപ്പോൾ ഫീസാണ് ഏറ്റവും കൂടുതൽ ക്വയറി വന്നിട്ടുണ്ടായിരുന്നത്. പ്രൈവറ്റ് സ്കൂളിൽ വിടുമ്പോൾ നമുക്ക് എത്രത്തോളം ഫീസ് ആകും എന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് അറിയാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ 3 കാറ്റഗറീസ് ആയിട്ടാണ് സ്കൂൾസ് ഉള്ളത്. ഗവൺമെൻറ് സ്കൂള്, കാത്തലിക്, പ്രൈവറ്റ്, ക്രിസ്ത്യൻ. അപ്പം ക്രിസ്ത്യൻ സ്കൂളും കാത്തലിക് സ്കൂളും പ്രൈവറ്റ് മാനേജ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫീസ് കൊടുക്കണം. ഗവൺമെൻറ്റിൽ നമ്മൾ രാവിലെ കുളിപ്പിച്ചൊരുക്കി ഉടുപ്പ് കിടിച്ച് വിട്ടാൽ മതി, നമ്മൾ ഫീസൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ടേംസ് വരുന്നത് ഇവർക്ക് ജനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കാണ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എൻഡ് ഓഫ് ഡിസംബർ, ഒരു ഡിസംബർ 17, 18 ഒക്കെ ആകുമ്പോഴത്തേക്കും ക്രിസ്മസിൻ്റെ മുന്നേ ആയിട്ട് എൻഡ് ആവും. അപ്പോൾ ഇത് നല്ലൊരു സ്കൂൾ ഇയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർ പുതിയ ക്ലാസ്സിലോട്ട് പോകുന്നു, ഇയർ എൻഡ് ആകുമ്പോൾ അവർ ആ ക്ലാസ് ഫിനിഷ് ചെയ്യുന്നു. സൂപ്പർ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു ജൂൺ ടു മാർച്ച്, അതിനെക്കാട്ടിലും UK യിലാണെങ്കിലും സെപ്റ്റംബറിൽ സ്റ്റാർട്ട് തീരുന്നു. അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ അടിപൊളി ഒരു ഫുൾ 1 ഇയർ അവർ സ്കൂളിൽ പോകുന്നു. ആ ഇയർ തീർന്നു കഴിയുമ്പം അവർക്ക് പിന്നെ ഇവിടുത്തെ സമ്മർ ഈ ഒരു സമയത്താണ് കേട്ടോ, ഡിസംബർ ജനുവരിയിലാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് സമ്മർ ഹോളിഡേയ്സ് ആണല്ലോ നമ്മൾ വലിയ വെക്കേഷൻ പറയുന്നത്. അപ്പം അതാണ് ഇവിടുത്തെ ഒരു ഇത്. അതായത് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജനുവരി ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ ആ ഒരു ഈസ്റ്ററിനോടനുബന്ധിച്ചിട്ട് ഒരു 2 വീക്സ് ഹോളിഡേയ്സ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ടേം എൻഡ് ആവുന്നു. ഏപ്രിൽ ടു ജൂലൈ സെക്കൻഡ് ടേം വരുന്നു. ജൂലൈയിലെ ആ ഒരു വിൻ്റർ ഹോളിഡേയ്സ് ഒരു 2 വീക്സ് ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും തേർഡ് ടൈം എൻ്റർ ആവുന്നു. തേർഡ് ടൈം തീരുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ അവർക്കൊരു 2 വീക്സ് ഹോളിഡേയ്സ് ഉണ്ട്. അത് കഴിയുമ്പോൾ ഫോർത്ത് ടേമിലോട്ട് വരുന്നു. ആ ഫോർത്ത് ടേം എൻഡ് ആവുന്നത് ഡിസംബർ, ഞാൻ പറഞ്ഞ പോലെ ഒരു 17, 18, ഈ ഇയറിൽ ഡിസംബർ 18 ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് 4 ടേം. ഇനി നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ UK യിലൊക്കെ ഞാൻ വിട്ട് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ഒരു ബുക്ക് പോലും വീട്ടിൽ കൊണ്ടുവരത്തില്ല, നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഞാൻ പോസിറ്റീവായിട്ട് കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഹോം വർക്ക്സ് ഉണ്ട്. അത് കാത്തലിക് സ്കൂൾ ആയതുകൊണ്ടാണ് എന്നാണ് എൻ്റെ മറ്റ് ഫ്രണ്ട്സ് പറയുന്നത്. അവർക്ക് മറ്റേ ഗവൺമെൻറ് സ്കൂളിൽ വിടുന്ന കുട്ടികൾക്കൊന്നും ഇതുപോലത്തെ ഈ ഒരു ഹോംവർക്കോ കാര്യങ്ങളൊന്നുമില്ല. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പോലെ എടുത്താൽ പൊങ്ങാത്ത സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇളയ മോന് കിൻഡർ ഗാർഡൻ ആയിരുന്നു. അതാണല്ലോ ഇവിടുത്തെ ബേസിക് എന്ന് പറയുന്നത്. പ്രീ സ്കൂളുണ്ട്, പക്ഷേ പ്രീ സ്കൂളിൽ ഞങ്ങൾ വന്ന സമയത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ പിന്നെ കിൻഡർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കിൻഡർ ഗാർഡനിൽ എന്തൊക്കെ വർക്കാണ് ഇവർ ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് ഫീസിലോട്ടൊക്കെ പോകാം കേട്ടോ. അപ്പോൾ കിൻഡർ ഗാർഡനിൽ ഹോംവർക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ്. ടേം 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അപ്പം ഓരോ ടേമിലും നമുക്ക് വരുന്ന ബുക്കുകളാണ് കേട്ടോ. ഇതുപോലെ ഒരു 3-4 ബുക്ക് നമുക്ക് കൊടുത്തു വിടും. ഇത് ടേം 3യുടെ ആണ്, ഹാൻഡ് റൈറ്റിംഗ് ബുക്ക്. അപ്പോൾ ഇവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ABCD ഒക്കെ പഠിച്ചു വരുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ 4 വരെയിട്ട ബുക്കിൽ എഴുതില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഇവർക്ക് ഹാൻഡ് റൈറ്റിംഗ് ബുക്കുണ്ട്. ഇത് എല്ലാ മൺഡേസിലും നമ്മൾക്ക് വീട്ടിലേക്ക് തരും. വെള്ളിയാഴ്ചത്തെ വർക്കിംഗ് ഡേയിൽ നമ്മൾ ഇത് തിരിച്ച് സ്കൂളിലോട്ട് കൊടുക്കണം. അപ്പം ഇങ്ങനെ കുറേ ബുക്സ് ഉണ്ട് കേട്ടോ, ഹാൻഡ് റൈറ്റിംഗ് ബുക്ക്. പിന്നെ ഇത് ഓരോ മൃഗങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിപ്പിക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് വീട്ടിലോട്ട് തന്നുവിടും. പിന്നെ വരുന്നത്
ഇതെല്ലാം ഹാൻഡ് റൈറ്റിംഗ് ആണ്. പെൻസിൽ കൺട്രോൾ ബുക്ക്ലെറ്റ് ഇതൊക്കെ ഫസ്റ്റ് ടൈമിലാണ് കേട്ടോ, പെൻസിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഓരോ ഷേപ്സ് ഒക്കെ വരപ്പിച്ച്, അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലോട്ട് തന്നു വിടുന്ന ബുക്കുകളാണ്. പിന്നെ അതെ ഹൈ ഫ്രീക്വൻസി വേർഡ് എന്ന് പറഞ്ഞിട്ട് ഇതും കിൻഡർഗാർഡൻ്റെ ആണ്. ഇതിനകത്ത് ഇതുണ്ട് ഒരേപോലെ വരുന്ന കുറേ വേർഡ്സ്. ഇത് ഓരോ ടൈമിലും അത് ചെറുതിന്ന് സ്റ്റാർട്ട് ചെയ്ത് വലുതിലോട്ട് ഇതൊക്കെ നമുക്ക് വീട്ടിലോട്ട് തന്നു വിടുന്ന ബുക്കുകളാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലുക്ക്, ബുക്ക്, ടുക്ക്, അത് ഒരേപോലെ പറയുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബുക്കുകൾ. പിന്നെ അതെ ട്രിക്കി വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ വാക്കുകൾ, അതായത് ഡൗൺ, ക്ലൗൺ, എന്നിട്ട് അത് കണ്ടുപിടിച്ച് ഇതെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു വിടുന്ന ബുക്കുകളാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവരുടെ ലെവൽ എവിടം വരെയായി, അല്ലെങ്കിൽ അവരെന്താണ് പഠിക്കുന്നത്, അവർക്ക് നെക്സ്റ്റ് വീക്ക് എന്താണ് പഠിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും അല്ലേ. ഇത് കൂടാതെ ഓരോ വീക്കിലും നമുക്ക് ഹോം റീഡിങ് ഡയറി എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ബുക്ക്സ് കൊണ്ടുവരുന്ന കൂടെ തന്നെ 2 കുഞ്ഞു ബുക്കുകൾ കൊണ്ടുവരും. അതിപ്പോൾ നമുക്കില്ലാതെ നമ്മൾ സ്കൂളിലോട്ട് റിട്ടേൺ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അത് കൊടുത്തു. കുഞ്ഞു ബുക്കുകൾ, അതായത് സിമ്പിൾ സെൻറ്റൻസുകളായിട്ട്, അത് ലെവൽ കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക വേർഡ്സ്, ട്രിക്കി വേർഡ്സിൻ്റെ എണ്ണവും കൂടും. അപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഫ്യൂ വേർഡ്സ് വെച്ചിട്ടുള്ള ബുക്സാണ്. അപ്പോൾ അത് നമ്മൾ എല്ലാ ദിവസവും വായിപ്പിക്കണം. അതായത് എല്ലാ ദിവസവും വായിപ്പിക്കണം, 5 ദിവസം വായിപ്പിക്കണം. ഡേറ്റ് ഇട്ടിട്ട് ഏത് ബുക്കാണ് വായിച്ചതെന്നുള്ളത് എഴുതി നമ്മൾ സൈൻ ചെയ്ത് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതാണ് ഹോം റീഡിങ് ഡയറി എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ ലൈബ്രറിയിൽ നിന്നും ഇവർക്ക് ബുക്ക് കൊടുത്തു വിടും. അപ്പോൾ ആ ലൈബ്രറി ബുക്ക് വായിച്ചതും ഇവിടെ നമ്മൾ എഴുതി കൊടുത്തു വിടണം. അപ്പം ഇതാണ് 1 വീക്കിലേക്കുള്ള കിൻഡർഗാർഡൻ്റെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇത് ടേം 3യുടെ റീഡിംഗ് ബുക്ക്, ടേം 4ൻ്റെ, അങ്ങനെ ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പം ഇത് മാത്രമാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് എന്നിട്ട് ഓരോ ടൈം കഴിയുമ്പോഴും നമുക്കിത് തിരിച്ച് വീട്ടിലോട്ട് തന്നു വിടുമായിരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ ഇത് കുറേ ബുക്സ് ഉണ്ട്. ഇതെല്ലാം ഇവർ വലുതാവുമ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോംവർക്ക് നല്ല ഹെൽപ്ഫുള്ളാണെന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. പിന്നെ ഇതല്ല, അതായത് ഇയർ എൻഡ് ആയി കഴിഞ്ഞപ്പം എൻ്റെ കിൻഡർഗാർഡൻ ബേബി കൊണ്ടുവന്ന ബുക്കുകളാണ് ഇത് ഈ കാണുന്ന മൊത്തം. ഇതെല്ലാം ഇവരുടെ സ്കൂളിൽ ഇരുന്നിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അതായത് ഇവർ സ്കൂളിൽ പഠിച്ച ബുക്കുകൾ കീറിപ്പോയി എന്നാലും ഉള്ളതൊക്കെ കാണിച്ചു തരാറുണ്ട്. ഇതൊക്കെ ഇവർ ഈ സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നതാണ്. നമ്പർ 0 to 20 പഠിക്കുന്നതിൻ്റെ ആ ഒരു ഇത് എല്ലാം ഉണ്ട്. പിന്നെ കുറേ കളറിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇത് അങ്ങനെ കുറേ കളറിങ് പേപ്പറുകൾ, ഇതെല്ലാം നമുക്ക് ഓരോ ഈ ഇയർ എൻഡ് ആയി കഴിഞ്ഞപ്പോൾ തന്നു വിട്ട ബുക്കുകളാണ്. പിന്നെ ഇഷ്ടം പോലെ വർക്ക് ബുക്കുകളുണ്ട്. ഇവർ പഠിക്കുന്ന സ്കൂളിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതെ, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എല്ലാം ഇത്രയൊക്കെ ഇവർ ഒരു വർഷം കൊണ്ട് എഴുതി തീർത്ത ബുക്കുകളാണെന്ന് ആലോചിക്കുന്നു. സ്കൂളിൽ നല്ല പണിയുണ്ട്, വീട്ടിൽ വന്നിട്ട് ഇല്ലെങ്കിലും. ഇത് ഇനീഷ്യൽ ഹാൻഡ് റൈറ്റിംഗ് ബുക്ക്, ഫസ്റ്റ് ടൈമിലെ ഇതാണ്. ഇതെല്ലാം നമുക്ക് ഇപ്പോഴാണ് തന്നു വിട്ടിരുന്നത്. പിന്നെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ടോ, കുറേ ബുക്കുകൾ. ഇതെല്ലാം ബേസിക്കലി ഇതെല്ലാം ഇവരുടെ ബുക്കാണ്. ഇത് സ്ക്രാപ്പ് ബുക്ക്. ഞാൻ ഇതെല്ലാം ഇവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ ഇതൊക്കെ വെട്ടി ഒട്ടിച്ചേക്കുന്നൊക്കെയാണ് കേട്ടോ. ഓരോ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ട് അതെല്ലാം വെട്ടി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ കിൻഡർഗാർഡനിലെ വർക്കാണ് കേട്ടോ. വലിയ ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇയർ 4ൻ്റെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കിൻഡർഗാർഡൻ്റെയാണ്. ഇഷ്ടംപോലെ സ്ക്രാപ്പ് ബുക്ക് ഉണ്ട്. അപ്പോൾ ഇത് മാത്സിൻ്റെ സ്ക്രാപ്പ് ബുക്ക്, ഷേപ്സ് ഒക്കെ പഠിപ്പിച്ചേക്കുന്നത്. അങ്ങനെ ഇവർ ഒത്തിരി കാര്യങ്ങൾ ഇവർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഈ ഹോംവർക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് വലിയ ഒരു ധാരണ കിട്ടാത്തതാണ്. ഇത് ഇവിടെ ഉണ്ട് റൈറ്റിംഗ് ബുക്ക്. ഇതുണ്ടോ, ഇതൊക്കെ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഓരോ സൗണ്ട്സ് ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഇവർ ആദ്യം സൗണ്ട്സ് ആണ് പറയുന്നത്. ഈ സ്പെല്ലിങ്ങിന് അധികം ഇവർ ഇത് കൊടുക്കുന്നില്ല. ആദ്യം സൗണ്ട് പഠിച്ചിട്ട് അതിന് ഇവർ തന്നെ സ്പെല്ല് ചെയ്ത് പഠിക്കുവാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്മിങ് എന്നാണെങ്കിൽ അവർ എങ്ങനെയാണോ കേൾക്കുന്നത് അതേപോലെ ഇവരെ കൊണ്ട് ആദ്യം എഴുതിപ്പിക്കും. എന്നിട്ടാണ് സ്പെല്ലിങ് പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ APPLE ആപ്പിൾ അങ്ങനെയല്ല പഠിക്കുന്നത്. ഇവിടെ ആദ്യം ആ ഒരു സൗണ്ട് പഠിപ്പിച്ചതിന് ശേഷം അതിനെ സ്പെല്ല് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര ബുദ്ധിമുട്ടുള്ള വേർഡ് കിട്ടിയാലും എനിക്ക് തോന്നുന്നു അവർക്ക് സ്പെല്ല് ചെയ്യാൻ പറ്റുന്നു. അതാണ് എനിക്കിപ്പോൾ ഇത്രയും ഒരു എന്താ പറയുക പഠിപ്പിക്കുന്നതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇത് അടുത്ത സ്ക്രാപ്പ് ബുക്ക്. ഇതുപോലത്തെ 4 ഉണ്ട് കേട്ടോ. അപ്പം ഇയർ 4 ടേം 4 ഒക്കെ ആയപ്പോഴത്തേക്കും അതെ ഇച്ചിരി കൂടെ വൃത്തിയായിട്ടുണ്ട് സംഭവങ്ങൾ. ഇച്ചിരി കൂടെ ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ ലിറ്ററേച്ചർ കലണ്ടറും കാര്യങ്ങളും. പിന്നെ റിലീജിയൻ ഇവിടെ ഒരു സബ്ജക്റ്റാണ് കേട്ടോ.
ഇതെല്ലാം അതിൻ്റെ മാത്സും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത്. സ്ക്രാപ്പ് ബുക്കാണ്, സ്ക്രാപ്പ് ബുക്ക് 4 സ്ക്രാപ്പ് ബുക്കുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് ഇപ്പം നമുക്ക് ഓരോ ഫെസ്റ്റിവൽ വരുമല്ലോ, ലൈക്ക് ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ ആർട്ട് വർക്കുകൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ. നമുക്കത് കുറേ കംപ്ലീറ്റ് ചെയ്യാത്തിട്ടുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സ്നോമാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ സ്ക്രാപ്പ് ഇതുണ്ടല്ലോ. ഫ്രണ്ട്സ് നല്ല രസമാണ്. ഇതൊക്കെ കുറേ ക്ലാസ്സിൽ ഒട്ടിച്ച് തൂക്കിയൊക്കെ വെച്ചിരുന്ന എല്ലാം പറിച്ചു കൊടുത്തിട്ടേക്കുന്നതാണ്. ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റാർ. എന്തായാലും കുറേ അധ്വാനിക്കുന്നുണ്ട് സ്കൂളിൽ പോയിട്ട്. ഇവർ എക്സ്കർഷൻ കണ്ടിട്ടുണ്ടായിരുന്നു സൂവിലോട്ട്. അവിടെ ചെന്ന് കണ്ട ജീവികളെയൊക്കെ വരച്ചൊക്കെ വെച്ചേക്കുന്നതാണ്. പിന്നെ അതെ ഒരു പ്രയറൊക്കെയാണ്. രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിൻഡർ ഗാർഡനിലെ പണികളെന്ന് പറയുന്നത്. അപ്പം ഏകദേശം ഒരു ഇയർ എൻഡ് ആയപ്പോഴത്തേക്കും അത്യാവശ്യം സെൻറ്റൻസുകൾ കൂട്ടി വായിക്കാനും ഒരു അത്യാവശ്യം ഒരു ബുക്ക് ഫുള്ളായിട്ട് വായിക്കാനും നമ്മൾ വഴി കൂടെ പോകുമ്പം ഉള്ള ബോർഡുകൾ വായിക്കാനും അങ്ങനെയൊക്കെയുള്ള ആ ഒരു അറിവ് അവർക്ക് വരുന്നുണ്ട്. അവർ തന്നെ നന്നായിട്ട് കൂട്ടി വായിക്കുന്നുണ്ട്, ബുക്കൊക്കെ വായിക്കാൻ അറിയാം. അപ്പം അത്രയൊക്കെ ഒരു കിൻഡർ ലെവലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇയർ 4ൻ്റെ ആക്ടിവിറ്റീസ് കാണാം. ഇയർ 4ൽ സാധാരണ നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും അവർക്ക് പഠിക്കാനുണ്ട്. സയൻസും സോഷ്യൽ സയൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ. സോഷ്യലിലൊക്കെ ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഇതേപോലെ ഇങ്ങനെ വർക്ക് എന്താ പറയുക, കലണ്ടർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു സ്റ്റോറി ആദ്യം എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ഇങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കലണ്ടർ പോലെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇവർ തന്നെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഇതെന്നാ എക്സസൈസ് ബുക്ക്. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഇതൊരു പുതിയ ബുക്ക്, ഇത് യൂസ് ചെയ്തിട്ടില്ല. അതെ, ഇവിടെയും ഇവർ ഇഷ്ടം പോലെ എഴുതി കൂട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നേ, കുറേ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ റിലീജിയൻ ഇവർക്കൊരു സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള പഠിത്തങ്ങളും ഉണ്ട്. കാത്തലിക് ചർച്ച് ഇൻ ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്നാ സോഷ്യൽ സയൻസ് ആണെന്ന് തോന്നുന്നു. നൈജീരിയ, റഷ്യ, ഓരോ കൺട്രിയിലെ ഫുഡാണ് അത് അവരുടെ ഒരു വർക്ക് ബുക്ക്. പിന്നെ ഇതെന്നാ ഫസ്റ്റ് നേഷൻസ് പീപ്പിൾ. ഇതാണ് സോഷ്യൽ ശരിക്കും ഹിസ്റ്ററി. ഇവർ നമ്മുടെ നാട്ടിലെ യുദ്ധങ്ങളെ പറ്റിയിട്ടൊക്കെ ഉപ്പു സത്യാഗ്രഹമൊക്കെ പഠിച്ച സമയത്ത് ഇവർ ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് നേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. പിന്നെ റോബോട്ടിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഇയർ എൻഡിൽ ബുക്ക് വീട്ടിൽ തന്നു വിടുമ്പോഴാണ് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നത് കേട്ടോ. അത് ഇഷ്ടം പോലെ എഴുതി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതെന്നാ ഫ്ലുവൻസി റീഡിങ്. ഇതിങ്ങനെ റീഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം, അതല്ലേ? ഇങ്ങനെ നമ്മൾ നമ്മളുടെ IELTS-നൊക്കെ നമ്മൾ റീഡിങ് ചെയ്യില്ല, അതുപോലെയാണ് കേട്ടോ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. 4ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാസേജ് കൊടുത്തിട്ട് ഇതിൽ നിന്ന് അവർക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ളതാണ് റീഡിങ് ഫ്ലുവൻസി റീഡിങ്. ഇത് വായിക്കേണ്ടതാണ്, എന്നിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ. ഇതെല്ലാം വായിച്ചു വേണം. അയ്യോ, ഇഷ്ടം പോലെ വായിക്കാണ്ട്. ഇത് ഇംഗ്ലീഷിൻ്റെ അണ്ടറിൽ വരുന്ന, ഇത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വായിച്ച് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ളത് ഇഷ്ടം പോലെ ഉണ്ട്. ഒത്തിരി വലിയ പാസേജുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഇനി അതെന്നാ മാത്സിൻ്റെ ആണ്. മാത്സൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റോറി റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ മാത്സൊക്കെ പഠിപ്പിക്കുന്നത്. ഷേപ്സ്, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള സംഭവങ്ങൾ അത് അങ്ങനെ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇതല്ലാണ്ട് ഇവർക്ക് കുറേ അല്ലാത്ത കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പുറത്ത് എടുത്തിട്ടില്ല. ഇതിപ്പം ഇയർ എൻഡ് ആയി കഴിഞ്ഞപ്പോൾ കിട്ടിയ ബുക്സാണ് ഈ ഒരു ഹോൾ ഇയറിൽ ഇവർ ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ ബുക്സ്. ഇതിപ്പം എല്ലാ സ്കൂളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് എൻ്റെ അടുത്ത് ചോദ്യത്തിനുള്ള ഒരു ആൻസർ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇതെല്ലാം കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഹോംവർക്ക് ബുക്ക് എന്ത് ചെയ്യും? ഇത് വേറെ ഒരു സംഭവം. ഇത് നമ്മളുടെ സ്കൂളിൽ മാത്രം ഞാൻ കണ്ട ഒരു സംഭവമാണ്. നമുക്ക് ഹോംവർക്കിന് ഇതിൽ എൻറോൾ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇയർ 4ൻ്റെ ഹോംവർക്ക് ബുക്കാണ്. ഇത് നമുക്ക് വീട്ടിലോട്ട് തന്നു വിടുന്ന ബുക്കാണ്. ഇതിലും ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷും മാത്സും മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ചകളിൽ ഇത് മാർക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരത് ചെയ്തു തരും. പിന്നെ ഇതിൻ്റെ എല്ലാം ആൻസർ ഇതിൻ്റെ പുറകെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാത്സ് സൂപ്പറാണ്. മാത്സ് പഠിപ്പിക്കാനായിട്ട് ഏറ്റവും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു കമ്പൽസറി സംഭവമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻറോൾ ചെയ്യിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എൻറോൾ ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയൊരു ഹോംവർക്ക് ബുക്കാണ്. ഈ ബുക്കിന് നമ്മൾ പൈസയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ.
ഇനി ഇവിടുത്തെ ഫീസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാത്തലിക് സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫീസ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫീസ് വരുന്നത് ഓരോ ടേമിലാണ് ഇവിടെ വരുന്നത്. അത് എനിക്ക് തോന്നുന്നു കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് കാൻബറയിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ചെയ്യണം ഇഫ് ഐ എം റോങ്. കാരണം എൻ്റെ മറ്റേ വിക്ടോറിയയിലൊക്കെയുള്ള ഫ്രണ്ട്സിനെ എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ കൊടുക്കുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരു പക്ഷേ ഇത് ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ടായിരിക്കും. എനിവേ അത് എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമുക്കിവിടെ ഓരോ ടേമിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവർ ഫീസിൻ്റെ ആ ഒരു ഇത് ഇൻവോയ്സ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പം ഒരു കുട്ടിക്ക് ഒരു 3000 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫാണ് സെക്കൻഡ് കുട്ടിക്ക് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഞാൻ പേ ചെയ്യുന്ന ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേമിൽ $1670. അപ്പം ഈ $1670 2 പേർക്കും കൂടിയാണ്, കിൻഡർ ഗാർഡൻ സ്റ്റുഡൻറ്റിനും ഇയർ 4 സ്റ്റുഡൻറ്റിനും കൂടെ 1760 നമ്മൾ ഓരോ ടേമിലും പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 ടേമാണുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫീസ്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ചിലവുകൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ യൂണിഫോം നമ്മൾ സെപ്പറേറ്റ് ബൈ ചെയ്യണം. അപ്പോൾ യൂണിഫോം ഏകദേശം ആ ഒരു ടീഷർട്ട് പാൻസ് അതുണ്ടല്ലോ, അതും 2 ടൈപ്പ് ഓഫ് യൂണിഫോംസ് ഉണ്ട്. വിൻ്റർ യൂണിഫോം വേറെയാണ്, സമ്മർ യൂണിഫോം വേറെയാണ്. അപ്പോൾ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. എങ്ങനെയായാലും നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു 2-3 ജോഡി വെച്ച് വേണം, കാരണം പിള്ളേർ എപ്പോഴും ചീത്തയാക്കിയിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷേ അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ, എപ്പോഴും നമ്മൾ വാങ്ങിക്കാൻ പോകണ്ട. അത് മാത്രമല്ല റെഗുലർ യൂണിഫോം ഉണ്ട്, PE സ്പോർട്സ് ഡേയുടെ യൂണിഫോം വേറെ ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് യൂണിഫോം ഉണ്ട്. സ്പോർട്സ് ഡേയുടെ യൂണിഫോമും വിൻ്റർ യൂണിഫോമും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. വിൻ്ററിൽ ഇവർക്ക് പാൻസാണ് വരുന്നത്, സമ്മറിൽ വരുമ്പോൾ ഷോർട്സാണ്. അപ്പോൾ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതാണ് ഒരു കാര്യം. പിന്നെ സ്കൂൾ ബാഗും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ബാഗാണ്. സ്കൂളിൻ്റെ എംബ്ലം ഒക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ബാഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത് നമ്മൾ എപ്പോഴും വാങ്ങിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. യൂണിഫോം പിന്നെ നമുക്ക് കുട്ടികൾ വളരുന്നതനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലാതെ അത് പിന്നെ നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് കളറൊക്കെ പോകും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, നമ്മൾ എപ്പോഴും വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഫസ്റ്റ് ചേർക്കുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം പൈസ പോകുന്ന ഒരു സംഭവമാണ് യൂണിഫോമും ബാഗ്. പിന്നെ ഇത് കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിന് ഡെസ്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ചെയർ ബാഗ് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ അവരിയ്ക്കുന്ന കസേരയിൽ ഇങ്ങനെ തൂക്കിയിടും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് അവരുടെ വർക്ക് ബുക്കുകൾ വയ്ക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഇവർക്ക് യൂസ് ഇല്ല. നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് ഇയർ 1 തൊട്ടിട്ട് അവർക്ക് മറ്റേ ഡെസ്ക് കിട്ടുകയാണ്. അപ്പോൾ ഡെസ്കിലാണ് അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇത് കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിന് മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം അതാണ് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നത്. പിന്നെ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. അതായത് ഒരു 1 നൈറ്റ് സ്റ്റേ അല്ലെങ്കിൽ 2 നൈറ്റ് സ്റ്റേയുടെ ക്യാമ്പുകൾക്ക് കൊണ്ടുപോകും. സ്റ്റഡി ടൂറൊക്കെ നമ്മൾ കൊണ്ടുപോയില്ലായിരുന്നു അതുപോലെ. അപ്പം അത് അത്യാവശ്യം പൈസ ആവുന്ന ഒരു സംഭവമായിരുന്നു. ഈ വർഷം ഞങ്ങൾക്കൊരു $180 ആയിട്ടുണ്ടായിരുന്നു ഇയർ 4 സ്റ്റുഡൻസിൻ്റെ ക്യാമ്പിന്. അപ്പം അത് ഇനിയിപ്പം ഇയർ കൂടുന്തോറും ഒരുപക്ഷെ അവരുടെ നൈറ്റ് സ്റ്റേ കൂടുന്നതനുസരിച്ചിട്ട് അത് പൈസയിലും കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു എക്സ്ട്രാ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇവർക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ സ്കൂളിലും ഉണ്ടാകുന്ന പോലെ കുഞ്ഞു ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, അതായത് ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു ആക്ടിവിറ്റീസ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെയുള്ള ഡൊണേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു ഫീസ് അല്ലെങ്കിൽ മസ്റ്റ് പേ സാധനങ്ങൾ വേറൊന്നും തന്നെ ഈ ഒരു എൻറ്റയർ ഇയറിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ ഫാമിലി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്ക്ലി ഓൾമോസ്റ്റ് എവറി വീക്ക് അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ഇവർക്ക് കുർബാന ഉണ്ടാവും. അപ്പോൾ അത് ഒരു ഭയങ്കര പോസിറ്റീവ് തിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതല്ലാതെ സ്റ്റുഡൻസിൻ്റെ റിട്രീറ്റ് ഉണ്ടായിരുന്നു, ഒരു ഹോൾ 1 ഡേ റിട്രീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് പേഴ്സണലി ഇപ്പം നമ്മൾ വളർന്ന ഒരു സാഹചര്യത്തിലല്ലല്ലോ ഇവിടെ നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പേഴ്സണലി അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. സ്കൂൾ തന്നെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അതിലൊക്കെ പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ചിലപ്പം എല്ലാവർക്കും അതിനോട് എഗ്രി ചെയ്യണം എന്നില്ല. പക്ഷേ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതൊരു ഭയങ്കര നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്കൂളിൽ തന്നെ കുർബാനകൾ നടത്തുക, അതിനെല്ലാവരും പോയി പങ്കെടുക്കുക. അതല്ലാതെ ഇവർക്ക് ഓരോ ഗ്രോത്ത് അസംബ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ബൈബിൾ വേർഡ്സ് കോട്ട് ചെയ്തിട്ട് അതിനെ പ്രെയർ ഒരു എന്താ പറയുക കാഴ്ച സമർപ്പണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചെയ്യുന്നു. ഗ്രോത്ത് അസംബ്ലിക്ക് അവർക്കൊരു പെർട്ടിക്കുലർ പ്രെയർ ബിറ്റ് പഠിക്കാനുണ്ടാവും. അത് പഠിച്ച് അവിടെ പോയി പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ക്രിസ്മസിൻ്റെ നേറ്റിവിറ്റി അത് ഒരു കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസ് അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു. അവരത്രയും ഡയലോഗ്സ് ഒക്കെ കാണാതെ പഠിച്ചിട്ട് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര നല്ലൊരു ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
അത് മറ്റ് ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു കാത്തലിക് സ്കൂളിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ എല്ലാ ദിവസവും മോർണിംഗിൽ ഇവർക്ക് അസംബ്ലി ഉണ്ടല്ലോ, അപ്പോൾ ആ അസംബ്ലിയിൽ എല്ലാ ദിവസവും ഒരു അവർ ഫാദർ ഇൻ ഹെവനൊക്കെ ചൊല്ലി ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ കാത്തലിക് സ്കൂളിൽ ചൂസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന മെയിൻ കാരണങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആയിരിക്കും, കുറച്ചും കൂടെ നമ്മൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ അവിടെ പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ, അല്ലെങ്കിൽ എന്താണ് ഇതിങ്ങനെ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു സൗകര്യം അവിടെ കിട്ടുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ടീച്ചറിനെ എപ്പോൾ വേണേലും മീറ്റ് ചെയ്യാം. നമുക്ക് സ്കൂളുമായിട്ടുള്ള കോൺടാക്റ്റ് കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ട്. നമ്മളെ എപ്പോഴും അവർ മെയിൽ ത്രൂ നമുക്ക് ന്യൂസ് ലെറ്റേഴ്സ് ആയിട്ടും അല്ലാതെയും ഒക്കെ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. എന്തെങ്കിലും നമ്മളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് മെയിൽ അയക്കും. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലംസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് അല്ലാതെ ടീച്ചേഴ്സിന് ഇപ്പം നമുക്ക് പ്രോഗ്രസ്, ഇവരുടെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് അറിയാനും അവരുടെ വർക്കുകൾ അറിയാനും ഒക്കെ ആയിട്ട് അല്ലാതെ അവർ പെർട്ടിക്കുലർ ഒരു ടൈം വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയി ടീച്ചേഴ്സിനെ കാണാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ സൗകര്യങ്ങളുണ്ട്. അതൊരു പക്ഷേ എല്ലാ സ്കൂളിലും ഉണ്ടാവുമായിരിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ എങ്ങനെയാണെന്നുള്ളത്, പ്രോഗ്രസ് റിപ്പോർട്ട് ഇവർക്ക് 2 പ്രാവശ്യമായിട്ട് ആണ് വരുന്നത്. ഒന്ന് ഇയർ എൻഡിൽ ഫൈനൽ റിപ്പോർട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഇവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു PDF ഫോർമാറ്റിലാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ടേമിൻ്റെ എൻഡിങ്ങിൽ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് ടേമിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് വരുന്ന റിപ്പോർട്ടിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഇയർ എൻഡിൻ്റെ ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അതിൽ ഓരോ സബ്ജക്റ്റിലും അവർ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഇപ്പോൾ ABCDE എന്നുള്ള ഗ്രേഡിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏത് ലെവലിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അയച്ചു തരുന്നത്. ആഫ്റ്റർ സ്കൂൾ ക്ലബ്ബുകൾ കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട്. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് സ്പോർട്സിൻ്റെ ഉണ്ട്. അതിനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മക്കളുടെ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് അതിലൊക്കെ ചേർക്കാം. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ, എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അതിനൊക്കെ എക്സ്ട്രാ അതിനകത്തൊക്കെ ഫീസ് വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ ഇനി അതിലൊക്കെ നെക്സ്റ്റ് ഇയർ ആണ് എൻറോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ വന്നൊന്ന് 4 കാലിലൊന്ന് നേരെ ഒന്ന് നിന്നിട്ട് വേണമല്ലോ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ എൻ്റർ ചെയ്യാന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഇയറിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതല്ലാതെ ഈ സ്കൂൾ ടൈം 9 മണി തൊട്ട് 3 മണി വരെയാണ്. 3:10 ഇവിടെ സ്കൂൾ വിടുന്നത്. അതും ഓരോ സ്കൂൾസിന് ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ സ്കൂള് 9 to 3:10 PM ആണ്. നമ്മൾ ആ ഒരു 9 o'clock മുന്നേ 8 മണി തൊട്ട് നമുക്ക് അവിടെ വിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് നേരത്തെ വിടാം. പിന്നെ അവിടെയും ആഫ്റ്റർ സ്കൂൾ കെയർ ഉണ്ട്. അവിടെ വിടണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഫീസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അവിടെ വിടാനുള്ള ഓപ്ഷൻസ് നമ്മളുടെ സ്കൂളിലുണ്ട്. നമ്മളിതുവരെ അതും എടുത്തിട്ടില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചർ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതും ഒരു ഫെസിലിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഒട്ടുമിക്ക സ്കൂളുകളിലും ആ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. കാരണം വർക്കിംഗ് പാരൻസിനെ നോക്കിയിട്ടാണ് അവരങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകളിലും തന്നെ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പറയുന്ന പോലെ നമ്മളുടെ കാത്തലിക് സ്കൂൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്കൂൾ അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. നമുക്ക് വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ഇയർലി ഇത്രയും സാലറി കിട്ടുന്നുണ്ടല്ലോ, അതിൽ നിന്നൊരു കുഞ്ഞൊരു ശതമാനം മാത്രമാണ് നമ്മൾക്ക് സ്കൂൾ ഫീസായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു, ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഫീസിനകത്ത് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ അത് നമുക്ക് അന്നേരം നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എനിക്കറിയുന്ന അറിവുകൾ ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല, നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.